ഒരു കണക്ക് കൂടി തീർക്കാൻ ബാക്കിയുണ്ട് സഞ്ജുവിന്. മാറ്റ് ഹെൻറി ലോകകപ്പ് 11-ൽ ഇടമുറപ്പിച്ച് നിൽക്കെ ഒറ്റയടിക്ക് ടീമിന്റെ സമവാക്യങ്ങളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞത് അയാളും ലോക്കി ഫെർഗൂസണും മിച്ചൽ സാൻഡറും ഒക്കെ ചേർന്നാണ്. കിവീസിനെതിരായ പരമ്പരയിൽ 2 തവണ സഞ്ജു ഹെൻറിക്ക് മുന്നിൽ വീണു. ഹെൻറി സഞ്ജു പോരുകളിൽ എപ്പോഴും ഹെൻറിയാണ് ഇതുവരെ ജയിച്ചുകൊണ്ടിരുന്നത്. 3 ഇന്നിങ്സുകൾ, എറിഞ്ഞത് 10 പന്തുകൾ, വഴങ്ങിയത് 15 റൺസ്, 6 ഡോട്ട് ബോൾസ്, വീഴ്ത്തിയത് 2 തവണ. ജോഫ്ര ആർച്ചറിന് വാങ്കഡയിൽ മുതലും പലിശയും ഒക്കെ ചേർത്ത് തിരിച്ചു കൊടുത്ത സഞ്ജു അഹമ്മദാബാദിൽ ഹെൻറിയുടെ കണക്കുകളും തീർക്കുമോ? ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ആ പോരിലേക്കാണ്. അപ്പോൾ അഹമ്മദാബാദ് ഒരുങ്ങിക്കഴിഞ്ഞു ആ ഗ്രാൻഡ് ഫിനാലേക്കായി. 3ാം കിരീടം മോഹിച്ചെത്തുന്ന ഇന്ത്യ, കന്നിക്കിരീടത്തിൽ മുത്തമിടാൻ ന്യൂസിലാൻഡ്. ലോകകപ്പിൽ സെമിക്ക് മുമ്പ് വരെയുള്ള കിവീസിന്റെ പടയോട്ടങ്ങൾ കണ്ട ആരെങ്കിലും അവർ ഫൈനൽ ടിക്കറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ച് കാണുമോ? ഇല്ലെന്ന് പറയേണ്ടി വരും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇത്തിരി കുഞ്ഞന്മാർ എന്ന ടാഗ്ലൈനിലെത്തിയ എല്ലാ ടീമുകൾക്കെതിരെയും കിവീസ് 170-ന് മുകളിൽ റൺസ് വഴങ്ങിയിട്ടുണ്ട്. UAEയും കാനഡയും കിവീസ് ബോളർമാർക്കെതിരെ 173 റൺസ് വീതം അടിച്ചെടുത്തു. അഫ്ഗാൻ 182 റൺസാണ് സ്കോർ ചെയ്തത്. ദക്ഷിണാഫ്രിക്കയോട് ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് സൂപ്പർ 8-ൽ പരാജയപ്പെട്ടു. പാകിസ്ഥാനെതിരായ മത്സരം മഴയെടുത്തതോടെ സെമി പ്രവേശത്തിന് ശ്രീലങ്ക പാകിസ്ഥാൻ മത്സരഫലവും കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ പാകിസ്ഥാന്റെ ഭീഷണി മറികടന്ന് സെമിയിൽ. അവിടെയാവട്ടെ മുന്നിൽ കിട്ടിയത് ടൂർണമെന്റിൽ അതുവരെ ഒറ്റക്കളി പോലും തോൽക്കാതിയെത്തിയ എയ്ഡൻ മാർക്രമിന്റെ സൗത്ത് ആഫ്രിക്കയെ. എന്നാൽ കിവീസ് ഈഡൻ ഗാർഡൻസിൽ വിശ്വരൂപം പുറത്തെടുത്തു. ഫിന്നലനും ടിം സീഫേർട്ടും ചേർന്ന് 7 ഓവർ ബാക്കി നിൽക്കെ എയ്ഡൻ മാർക്രമിന് മടക്ക ടിക്കറ്റ് അടിച്ച് കയ്യിൽ കൊടുത്തു. കടലാസിലും കണക്കിലുമൊക്കെ ഇന്ത്യയാണ് ഫൈനലിലെ ഫേവറേറ്റുകൾ. എന്നാൽ കിവീസിനെ എഴുതിത്തള്ളാൻ ഇനി ആരും തയ്യാറാകില്ല, തീർച്ച. ജസ്പ്രീത് ബുംറ മനുഷ്യനാണ്. അയാൾക്കും ഒരു മോശം ദിവസം ഉണ്ടാകും. മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഗ്ലെൻ ഫിലിപ്സിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഈ ടൂർണമെന്റിൽ ഇന്ത്യ നടത്തിയ പടയോട്ടങ്ങളുടെ ബാറ്റണുകളിൽ ഒന്ന് ജസ്പ്രീത് ബുംറയുടെ കൈകളിലായിരുന്നു. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും അയാൾ നൽകുന്ന ഇമ്പാക്റ്റുകൾ സെമിയിലടക്കം ടീമിന്റെ വിജയങ്ങളിൽ നിർണായകമായി. സോ ജസ്പ്രീത് ബുംറയെയാകും കിവീസ് ബാറ്റർമാർ ഏറ്റവും അധികം ഭയക്കുന്നുണ്ടാവുക. ഫിലിപ്സിന്റെ പ്രതികരണത്തിൽ ആ ഭയം നേളിച്ചു കിടപ്പുണ്ട്. ടിം സീഫേർട്ടും ഫിന്നലനും ചേർന്ന് നൽകുന്ന തുടക്കത്തിലാണ് കിവീസിന്റെ മുഴുവൻ പ്രതീക്ഷകളും. ആ കൂട്ടുകെട്ടിനെ നേരത്തെ പൊളിക്കുക എന്നതാകും ബുംറയ്ക്ക് മുന്നിലെ ആദ്യ ടാസ്ക്. ഈ ടൂർണമെന്റിൽ അലൻ സീഫേർട്ട് പാർട്ണർഷിപ്പിന്റെ കണക്കുകളൊക്കെ ഇന്ത്യക്ക് മുന്നിലുണ്ട്. 463 റൺസാണ് ആ കൂട്ടുകെട്ടിൽ ഇതുവരെ പിറന്നത്. 77.16 ബാറ്റിംഗ് ആവറേജ്. അലനാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി. 203.52 ടൂർണമെന്റിൽ അയാളുടെ സ്ട്രൈക്ക് റേറ്റ്. 20 സിക്സറുകൾ, ആകെ 44 ബൗണ്ടറികൾ. റൺവേട്ടക്കാരിൽ 3ാമൻ. ടിം സീഫേർട്ടിനാകട്ടെ ഇന്ത്യക്കെതിരെ T20യിൽ മികച്ച റെക്കോർഡുകളാണുള്ളത്. 15 മത്സരങ്ങളിൽ നിന്ന് 425 റൺസാണ് അയാൾ ഇന്ത്യക്കെതിരെ അടിച്ചെടുത്തിട്ടുള്ളത്. 4 അർദ്ധ സെഞ്ചുറികൾ സീഫേർട്ടിന്റെ പേരിലുണ്ട്. സോ ആ 2 വൻമരങ്ങളെ നേരത്തെ കടമുടക്കിയാൽ ഇന്ത്യയുടെ പാതി പണി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബുംറയ്ക്കും ഹർഷദീപ് സിംഗിനും ഹാർദിക് പാണ്ഡ്യയ്ക്കുമാണ് ആ ജോലി. ടൂർണമെന്റിൽ പവർ പ്ലേകളിൽ ഇന്ത്യൻ ബോളർമാരുടെ ശരാശരി എക്കോണമി 7.5 ആണ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച എക്കോണമിയാണ് ഇത്. അലനും സീഫേർട്ടും കരുതലോടെയാകും ഇന്ത്യൻ ബോളിംഗ് നിരയെ നേരിടാൻ പോകുന്നത്. അതേസമയം ലോക 1-ാം നമ്പർ ബോളർ വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. സൂപ്പർ 8-ലും സെമിയിലുമൊക്കെ വരുൺ റൺസ് വിട്ടുകൊടുക്കാൻ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. സെമിയിൽ 4 ഓവറിൽ വരുൺ വഴങ്ങിയത് 64 റൺസാണ്. 16 ആയിരുന്നു അയാളുടെ എക്കോണമി. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 40 റൺസാണ് അയാൾ വിട്ടു നൽകിയത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 47, സിംബാബ്വെക്കെതിരെ 35. അതേസമയം ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 13 വിക്കറ്റുകളുമായി അയാൾ ആദ്യ സ്ഥാനത്തുണ്ട്. കിവീസിനെതിരെ കുൽദീപ് യാദവിന് അത്ര മികച്ച റെക്കോർഡുകളല്ല ഉള്ളത്. അതിനാൽ അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ഇന്ത്യ ചിന്തിക്കാൻ സാധ്യതയില്ല. പിന്നിംഗ് കോമ്പിനേഷൻ തുടരാൻ തന്നെയാകും തീരുമാനം. ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെ ഫോമും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ടൂർണമെന്റിൽ ഇതുവരെ 89 റൺസാണ് അഭിഷേകിന്റെ സമ്പാദ്യം. 12.7 ബാറ്റിംഗ് ആവറേജ്. അയാൾക്ക് ഫോമിലേക്ക് മടങ്ങിയെത്താനുള്ള സുവർണാവസരമാണ് അഹമ്മദാബാദ്. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവ് ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പടയോട്ടങ്ങളിൽ ഏറെ നിർണായകമായിട്ടുണ്ട്. ഫൈനലിലും അത് തുടരും എന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. 199 റൺസും 8 വിക്കറ്റുകളും അയാൾ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. സെമിയിൽ ഹാർദിക് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഇന്ത്യൻ വിജയത്തിൽ നിർണായക റോൾ വഹിച്ചു. ഏറെക്കാലം ഫോം ഔട്ടിന്റെ പേരിൽ പടികെട്ട ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ലോകകപ്പിന് തൊട്ടു മുമ്പ് ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലാണ്. ഒരിക്കൽ കൂടി സ്കൈ കിവീസിനെ നേരിടാനൊരുങ്ങുന്നു. ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ശിവം ദുബെ, അക്സർ പട്ടേൽ തുടങ്ങിയവരൊക്കെ
അവരുടേതായ ദിവസങ്ങളിൽ എരിഞ്ഞുകത്താൻ ശേഷിയുള്ളവരാണ്. ഫീൽഡിംഗിൽ വരുത്തുന്ന പിഴവുകളെക്കുറിച്ച് ഇന്ത്യ ഗൗരവത്തിൽ ചിന്തിച്ചേ മതിയാകും. സെമിക്ക് മുമ്പ് വരെ ഫീൽഡിൽ വളരെ മോശം പ്രകടനമാണ് ഇന്ത്യയുടേത്. 13 ക്യാച്ചുകൾ ഇതിനോടകം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതേസമയം സെമിയിൽ ഇന്ത്യ കളി ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് തന്നെ ഫീൽഡിൽ അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ നടത്തിയ മിന്നും പ്രകടനങ്ങളിലൂടെയാണ്. ക്യാച്ചസ് വിൻ മാച്ചസ്. ഈ മന്ത്രം എപ്പോഴും മനസ്സിലുണ്ടാകണം. 5 ലെഫ്റ്റ് ഹാൻഡർമാർ അണിനിരക്കുന്ന ഇന്ത്യക്കെതിരെ കിവീസ് ഓഫ് സ്പിൻ കണി ഒരുക്കുമെന്ന കാര്യം തീർച്ചയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടോപ്പ് ഓർഡറിനെ പൊളിക്കാൻ പവർ പ്ലേയിൽ സാൻഡർ കൊണ്ടുവന്ന കോൾ മക്കൻകിയെ ഭയക്കണം. റിയാൻ റിക്കിൾട്ടനെയും ക്വിന്റൻ ഡീകോക്കിനെയും ഒറ്റ ഓവറിലാണ് അയാൾ കൂടാരം കയറ്റിയത്. അതിനായി മാത്രമാണ് സാൻഡർ അയാളെ കൊണ്ടുവന്നത്. പിന്നെ ഒറ്റ ഓവർ പോലും അയാൾക്ക് ആ മത്സരത്തിൽ നൽകിയിട്ടില്ല എന്നോർക്കണം. ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുകളുള്ള ഇഷ്സോദിയെ ഫൈനലിൽ കിവീസ് തിരികെ കൊണ്ടുവരുമോ എന്നതും കണ്ടറിയണം. അതുപോലെ മറ്റൊരു ഭീതിപ്പെടുത്തുന്ന കണക്ക് കൂടി ഇന്ത്യക്ക് മുന്നിലുണ്ട്. T20 ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താനായിട്ടില്ല. കളിച്ച 3-ൽ 3 മത്സരങ്ങളും തോറ്റു. ഒപ്പം 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസീസിനോട് പരാജയപ്പെട്ടത് ഇതേ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് എന്ന കാര്യവും ഒരു മുറിവായി കിടപ്പുണ്ട്. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തങ്ങളെ വീഴ്ത്തി കിരീടമണിഞ്ഞ ഇന്ത്യയോട് വീട്ടാൻ കിവീസിനുമുണ്ട് കണക്കുകൾ ബാക്കി. കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം.